നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. അവൻ നമുക്ക് എത്ര നല്ലവനായിരുന്നു. ഹല്ലേലൂയ. നാം ആയിരുന്ന സാഹചര്യങ്ങളെല്ലാം അവൻ്റെ വിശ്വസ്തത നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാല ദൈവം നമ്മളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ, ക്ഷേമത്തോടെ അവൻ നമ്മളെ സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ യാത്രയിൽ, നമ്മുടെ പോക്കുവരവുകളെല്ലാം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മോട് നന്ദിയുള്ളൊരു ഹൃദയത്തോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ആമേൻ. അവൻ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ഹല്ലേലൂയ ദൈവസ്ഥലിൽ നന്ദിയോടെ നമ്മൾ ആമേൻ സ്തോത്രമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒട്ടും മടി വിചാരിക്കാതെ ഹല്ലേലൂയ അവൻ നമ്മെ നടത്തിയ വഴികളൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് എത്ര വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. മറ്റു പലരും മരണം വഴിയായൊക്കെ മറ്റ് പ്രയാസങ്ങളൊക്കെ ആയി ഭാരപ്പെട്ടപ്പോൾ അതിനെല്ലാം അവൻ നമ്മെ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ വിശ്വസ്തത നമ്മോടുകൂടെ ഉണ്ടായിരുന്നല്ലോ. ആമേൻ സ്തോത്രം. നമുക്ക് ഇന്നൊരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്മകൾക്ക് ഓർത്തു കഴിഞ്ഞാൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. എന്നെയും എനിക്കുള്ളതൊക്കെയും നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. നിത്തിരു മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപ നൽകുക. നിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ അടികളെ സഹായിക്കണമേ. മഹത്വത്തിനായി നീ ജീവിപ്പാൻ കൃപ നൽകുക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി
എന്നിൽ നിൻ സ്വഭാവം പകരണേ പരനേ മഹാദയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ കാലത്തോടെ ഒന്ന് പാടുവാൻ കഴിയുമോ കർത്താവേ? അങ്ങേക്ക് മാത്രം എന്റെ നന്ദി. ഹല്ലേലൂയ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി. ഓരോ നന്മകൾ ധ്യാനിച്ചുകൊണ്ട് എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാലും ആ ഒരു പ്രാവശ്യം പാടുമ്പോൾ
ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ യാത്ര ചെയ്യും പ്രത്യാശയോടെ. നിങ്ങൾക്ക് എല്ലാം ഉറപ്പ് പ്രാപിച്ചിരുന്നു കരുതേ സ്തുതിക്കുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞാൻ ആ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രഗീതം പാടുക നീ മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ എന്നെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ എന്നെ കാത്തവനേ. ഓ കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നീ നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നീ നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രു മുൻപാകെ മേശയൊരു മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കൂ മിത്രനാമേശുവേ സ്തുതി മനമേ. ഓ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവുമിത്. ആമേൻ. കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവുമിത്. ഓ ഉള്ളം കലക്കും നല്ല സഹോദരൻ വള്ളുര ചെയ്യുകിലെന്തു ഭയം. ആമേൻ. ഉള്ളം കലക്കും നല്ല സഹോദരൻ വള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, ആമേൻ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ കഷ്ടവും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നനിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നനിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഓ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. ആമേൻ. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. വരും പ്രയാണം കഴിയും വരെയോ മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. വരും പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. ഓ സ്തോത്രഗീതം പാടുക
ശോഭിത മണവാട്ടിയായ നമ്മെ യേശു മണാളൻ ചേർത്തിടും വേഗം. ശോഭിത മണവാട്ടിയായ നമ്മെ സ്തോത്രം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. വല്ലഭനാ കർത്തനവേ വല്ലഭനായി വെളിപ്പെടുമേ. വല്ലഭനാ കർത്തനവൻ ഓ ഹല്ലേലൂയ വെളിപ്പെടുമേ. ഓ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. നീട്ടിയ കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ അവൻ നീട്ടിയ കരത്താലോ പരിശുദ്ധാത്മശക്തിയാലോ ഓ തിരുവചന അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അവൻ തിരുവചനം അതിധൈര്യമായി അവൻ ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. മിന്നൽ പിണരുകൾ വീശു തീർമാനിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശു തീർമാനിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ അവൻ തകരുമപ്പോൾ കുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ കുശക്തികൾ. അത്ഭുതമേശുവേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അവൻ വെള്ളിയോ പൊന്നൊന്നുമല്ല ഓ ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയോ പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ ഓ നടന്നിടുമേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ അത്ഭുതമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഓ ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഓ കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ. ചോദിച്ചുയരൂ ഭൂമരെല്ലാം ശ്രുതി മുഴക്കും. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അവൻ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഹല്ലേലൂയ. ഓ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. ഓ നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റ് നാം പണിതിടുക. ഓ തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റ് നാം പണിതിടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ.
അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിന്ദിത പാത്രരായി വേവാ നമ്മെ നായകൻ കൈവിടുമോ? നിന്ദിത പാത്രരായി വേവാ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റ് നാം പണിതിടുക, യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവലായി കൂടെയുണ്ട്. ഹല്ലേലൂയ. നാമം, ആ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. കർത്താവ് ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഓ, നിന്നതായി പാത്രരായി നമ്മെ വിടുവാൻ നായകൻ സമ്മതിക്കയില്ല. ഓ ഹല്ലേലൂയ. കാലം നമുക്ക് സമർപ്പണത്തോടെ ദൈവസ്ഥനിലായിരിക്കാം. ഹല്ലേലൂയ. അവൻ നമ്മളെ വഹിക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ പൊതിയുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മെ മറയ്ക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കാലം നമുക്ക് സമർപ്പണത്തോടെ പാട്ട് പാടാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, വഹിച്ചു എന്നെ, തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു സമർപ്പണം പാടാം. അനുദിനം നീ പണിയണമേ. ഓ, കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, കുശവന്റെ കയ്യിലെ ഒരു നല്ല കളിമണ്ണായി ഞങ്ങളെ പണിയണമേ കർത്താവേ. ഞങ്ങളെ നന്നായിട്ട് മെനയണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. മുമ്പോട്ടുള്ള ആരാധനയെല്ലാം അവിടെ നിന്ന് നയിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിവിടെ ഒരു പുതിയ മുഖമല്ല എങ്കിലും പാസ്റ്റർ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇവിടെ കൂടി വരുന്ന അമ്മയുടെ ഫാദറാണ്. എൻ്റെ ഭാര്യ എന്നോടൊപ്പമുണ്ട്. അമ്മ ആനു എലിസബത്ത് ഇവിടെ ഉണ്ട്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ജൂണിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ 2 തവണ വചനം ശുശ്രൂഷിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് അധികം സമയമില്ല, അതുകൊണ്ട് വേറെ ദേവദാസനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അധികം സമയം ഞാൻ എടുക്കുന്നില്ല. സമയമുണ്ടെങ്കിൽ മറ്റൊരവസരത്തിൽ ദൈവം ശുശ്രൂഷയാകാം. എങ്കിലും നിങ്ങളോടൊരു ചെറിയ കാര്യം നിങ്ങളുടെ ചിന്തയിലേക്ക് വെച്ചിട്ട് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, അല്ലെ, പ്ലെയിനിൽ സഞ്ചരിക്കുന്നവരാണ്. മിക്കപ്പോഴും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനും കഴിഞ്ഞ ദിവസം 7.5 മണിക്കൂറാണ് ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, ഒരിക്കൽ ഒരു വിമാനം, നമ്മുടെ ഇപ്പോൾ വിമാനമൊക്കെ ഈ സോഫ്റ്റ്വെയർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും മാത്രമാണ് പൈലറ്റിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ അല്ലാതെ എൻ്റെ സോഫ്റ്റ്വെയറിലാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു പ്ലെയിൻ ആദ്യമായിട്ട്
in the history of aviation, a plane was there about to fly without the pilot. പൈലറ്റ് ഇല്ലാതെ പറക്കുവാൻ പോകുന്ന ആദ്യ വിമാനം ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം. അപ്പോൾ വിമാനം റെഡിയാണ്, അതിൻ്റെ പാസഞ്ചേഴ്സൊക്കെ ബോർഡിങ് ചെയ്ത് കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ്സ് ദിസ് ഫ്ലൈറ്റ് ഈസ് ഗോയിങ് ടു ബി ടേക്കൺ ഓഫ്. അത് പറക്കാൻ തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. ദർ കെയിം ആൻ അനൗൺസ്മെൻറ്റ്, ആൻഡ് അനൗൺസ്മെൻറ്റ് കെയിം ലൈക്ക് ദിസ്: This is the first plane in the history of aviation to fly completely without pilot and using a new software. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കമ്പനിയുടെ പേര് അനൗൺസ് ചെയ്ത്, ഇന്ന കമ്പനിയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് വിത്തിൻ മിനിറ്റ്സ് ഏതാണ്ട് 100ഓളം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആൾമോസ്റ്റ് 100 എംപ്ലോയീസ് വേർ ദെയർ, പാസഞ്ചേഴ്സ് വേർ ദെയർ, എക്സെപ്റ്റ് വൺ. ഒരാളൊഴിച്ച് എല്ലാവരും പ്ലെയിനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കിട്ടിയ എമർജൻസി വാതിലുകളും തുറന്നു കിടന്ന ജനലുകളിലും ഒക്കെ ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു. cabin crews wondered what has just happened. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു കുലുക്കവുമില്ല, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ cabin crew came in and asked, what happened? Why you are still here? Why they left? Why they all have jumped out of the plane? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഈ പ്ലെയിൻ പൈലറ്റില്ലാതെ പറക്കുവാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊരു കമ്പനിയുടെ പേര് പറഞ്ഞില്ലേ? യെസ് വി ജസ്റ്റ് മെൻഷൻ ദ നെയിം ഓഫ് ദാറ്റ് കമ്പനി. യെസ്, ആ കമ്പനിയിലെ ജോലിക്കാരായി പോയവരില്ല. അവർക്ക് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. കാരണം അവരുടെ ചിന്ത, ഈ പ്ലെയിൻ അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പറക്കുന്നതെങ്കിൽ ക്രാഷ് ആവും, നമ്മൾ തീരും അതോടുകൂടി. അതുകൊണ്ട് അവരോട് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഐ ആം ദ CEO ഓഫ് ദാറ്റ് കമ്പനി. നിങ്ങൾ ഈ പ്ലെയിൻ പൂർണ്ണമായും പൈലറ്റില്ലാതെ പറക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എൻ്റെ കമ്പനിയാണ് നിർമ്മിച്ചതെങ്കിൽ 100% ഞാനൊരു കാര്യം പറയാം, ഈ പ്ലെയിൻ ക്രാഷ് ആകില്ല. ദർ ഈസ് നോ ചാൻസ് ദാറ്റ് ദിസ് പ്ലെയിൻ ഈസ് ഗോയിങ് ടു ക്രാഷ്, ബിക്കോസ് ഈ പ്ലെയിൻ പൊങ്ങാൻ പോകുന്നില്ല. പൊങ്ങാത്ത പ്ലെയിൻ എങ്ങനെ ക്രാഷ് ആവുന്നത് അല്ലേ? ദിസ് പ്ലെയിൻ വോണ്ട് ഗോയിങ് ടു ടേക്ക് ഓഫ്, ദെൻ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു ബി ക്രാഷ്ഡ്? സോഫ്റ്റ്വെയർ കറപ്റ്റഡ് സോഫ്റ്റ്വെയർ. ഇങ്ങനെയുള്ള പെന്തക്കോസ്തുകാർ ഒരുപാട് പേരുണ്ട്. സോറി ടു സേ ദാറ്റ്. ഇവിടെ കാണത്തില്ലായിരിക്കും, ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. ദുബൈയിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കറപ്റ്റഡ് സോഫ്റ്റ്വെയർസ് ഉള്ള പെന്തക്കോസ്തുകാരാണ്. നമ്മൾ ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യേണ്ടവരല്ലേ പാസ്റ്റർ? ഒരിക്കലും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണം. വി ഷുഡ് ഫ്ലൈ ഹൈ ആൻഡ് അബവ്. ഇപ്പോൾ കറപ്റ്റഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് പ്രയാസം. ഞാനൊരു ടെക്നിക്കൽ ടേം ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നർ മാൻ കറപ്റ്റഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഫ്ലൈ അല്ലേ? പ്രയാസം. നമുക്ക് ദൈവം തന്നൊരു ടൂളുണ്ട്, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന വി ഷുഡ് ഫ്ലൈ ഹൈ ആൻഡ് അബവ്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ 2 Corinthians 5:10 അവിടെ ഒരു വാക്യമുണ്ടല്ലേ, നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതാകിലും we all should stand in the judgment seat of Christ to receive what due for us to those actions that we are performed while we are in this body. നമ്മൾ ഒരു കാര്യമുണ്ട്, നിങ്ങളിനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, പെന്തക്കോസ്തിൻ്റെ ജീവിതം നയിച്ചാലും ഇല്ലെങ്കിലും, ഒരു ദിവസം നമ്മളവിടെ നിന്നേ പറ്റത്തുള്ളൂ. അത് ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഈ വിശ്വാസത്തോടൊക്കെ പറയണം, എടാ നീ ഇത് ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചാലും, യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വൺ ഡേ യു ഷുഡ് സ്റ്റാൻഡ് സംവെയർ യു ഷുഡ് സ്റ്റാൻഡ് ഇല്ലേ? അങ്ങനത്തെ കൺവിക്ഷൻ വേണമെങ്കിൽ ഒരിക്കൽ ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ രാജാവ് ഉണ്ടായിരുന്നു. ടോളമി വംശത്തിൽ, അതായത് സോളമന് ശേഷം ഉണ്ടായ 4 രാജ്യങ്ങളിൽ നിന്ന് വന്ന ടോളമിക് കിങ്ഡത്തിലെ കിങ്ങാണ് ആന്റിയോക്കസ് എപ്പിഫാനസ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എളുപ്പം അറിയാൻ പറ്റും. യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ ആരാധനാ സ്ഥലത്ത് പന്നിയെ കൊന്ന് അതിൻ്റെ ചോര ഒഴിച്ച മനുഷ്യനാണ് ഈ ആന്റിയോക്കസ് എപ്പിഫാനസ്. അദ്ദേഹം ഈജിപ്റ്റ് കീഴടക്കുവാൻ വന്നു. അദ്ദേഹം വളരെ പവർഫുൾ ആർമിയുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഈജിപ്റ്റ് കീഴടക്കുവാൻ അദ്ദേഹം ഈജിപ്തിൻ്റെ ബോർഡറിൽ വന്ന് തമ്പടിച്ച് വലിയൊരു ആർമിയുമായി കഴിയുന്ന സമയത്ത് ഇറ്റ്സ് അബൌട്ട് ടു എൻ്റർ into Egypt and about to conquer Egypt, because Egypt has a weak military, so he is going to
കോൺകർ ഈജിപ്റ്റ്. പെട്ടെന്ന് അദ്ദേഹത്തെ കാണാൻ റോമിൻ്റെ ഒരു പ്രതിനിധി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഒരു പോപ്പുലസ് എന്നാണ്, പോപ്പുലസ്. അപ്പോൾ പോപ്പുലസ് വന്നിട്ട് രാജാവിൻ്റെ പ്രതിനിധിയെടുത്ത് പറഞ്ഞു, ഐ കെയിം ഫ്രം റോം ആൻഡ് ഐ വോണ്ട് ടു മീറ്റ് ആൻറ്റിയോക്കസ് എപ്പിഫാനസ്. എനിക്ക് എപ്പിഫാനസിനെ ഒന്ന് കാണണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് സോൾജർ പറഞ്ഞു, ഹീസ് ബിസി, ഹീസ് ടു ബിസി, ഹീസ് പ്ലാനിങ് ഓൾ ദി war tactics and all, so it's tough for you to see him. He said, no, I want to see him. I know him. Just tell him Populus came to see you from Rome. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരൻ ചെന്ന് ആൻറ്റിയോക്കസിനോട് പറഞ്ഞു, there is a man came from Rome to meet you. His name is Populus. Oh, Populus, okay. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടെൻ്റ് അടിച്ചാണ് അവിടെ താമസിക്കുന്നത്. ആൻറ്റിയോക്കസ് പുറത്ത് വന്ന് പോപ്പുലസ് അവിടെ നിൽപ്പുണ്ട്. സോ ബിക്കോസ് ദേ നോ ഈച്ച് അതർ. കുശലോക സംസാരിച്ചതിന് ശേഷം ആൻറ്റിയോക്കസ് ചോദിച്ചു, എന്താണ് താങ്കളുടെ വരവെന്ന് ചോദിച്ചു. വൈ ഡിഡ് യു കം ഹിയർ ഓൾ ദ വേ ഫ്രം റോം? അപ്പോൾ പോപ്പുലസ്, ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു ഫ്രം റോം. താങ്കൾ ഈജിപ്റ്റ് കീഴടക്കരുതെന്ന് റോം ആഗ്രഹിക്കുന്നു. റോം ഡിഡിൻ വാണ്ട് യു ടു കോൺകർ ഈജിപ്റ്റ്. ഓ, യു ആർ ഷോക്ക്ഡ്, ഷെൽ ഷോക്ക്ഡ്, ബിക്കോസ് ഇത്രയും വലിയ ആർമിയുമായി ഇത്രയും നാളെ തയ്യാറെടുപ്പിന് ശേഷം ഹി വാസ് ജസ്റ്റ് അബൌട്ട് ടു എൻ്റർ ഈജിപ്റ്റ്. ഇറ്റ്സ് എൻ ഈസി ടാസ്ക് ഫോർ ഹിം. ബട്ട് പോപ്പുലസ് പറഞ്ഞു, നോ, റോം ഡസൻ വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. റോം അത് ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ആൻറ്റിയോക്കസ് പോപ്പുലസിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ് പോപ്പുലസ്. പോപ്പുലസിൻ്റെ ഒരു വടിയുണ്ടായിരുന്നു, ഹി ഹാസ് എ സ്റ്റിക്ക്. He just drew a circle around the king where he stood. അദ്ദേഹം നിന്നതിന് ചുറ്റും നമ്മൾ പറയുന്ന വട്ടം വരച്ചു. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ ടേക്ക് യുവർ ഓൺ ടൈം, ബട്ട് ഐ നീഡ് എ ഡിസിഷൻ ബിഫോർ യു ലീവ് ദിസ് സർക്കിൾ. താങ്കൾ ഈ കളം വിട്ട് പുറത്ത് പോകുന്ന എനിക്കൊരു തീരുമാനം വേണം. shocked. Then he looked at Populus. He stared at him. And Antiochus said, I am going back. ഞാൻ തിരിച്ചു പോവുകയാണ്. ആരോടാ പറഞ്ഞത്? Just a man with a stick. A mighty emperor told that guy, I am going back. കാര്യം എന്താണെന്ന് അറിയാമോ? ആന്തിയോക്യസ് കണ്ടത് പോപ്പുലസിനെ അല്ല, the mighty kingdom that stood behind him. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ആ മഹാസാമ്രാജ്യം, റോം എന്ന ആ മഹാസാമ്രാജ്യത്തെയാണ് ആന്റിയോക്യസ് പോപ്പുലസിൻ്റെ പിന്നിൽ കണ്ടത്. കാരണം ദ മൊമെന്റ് ഹി റിജക്ട് ഹിം, ഹി നോ റോം എന്ന ആ മഹാസാമ്രാജ്യം തനിക്കൊരു ഒരു പരുന്തെണ്ണം പറന്നിറങ്ങി തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പോപ്പുലസിനറിയാം, ആന്റിയോക്യസിനറിയാം. So he has seen the mighty kingdom that stood behind Populus. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മളെ കാണരുത്. നമ്മളാണ് സുവിശേഷം പറയുമ്പോൾ നമ്മളെ എല്ലാവരും കാണേണ്ടത്. The mighty kingdom stand behind us. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആ മഹാസാമ്രാജ്യ, സ്വർഗീയ സാമ്രാജ്യ, സകല തേജസ്സോടും കൂടി വിളങ്ങി നിൽക്കുന്ന ആ സാമ്രാജ്യത്തെ മറ്റുള്ളവർ കാണണം. That is the only way our gospel has got some value. നമ്മളെ കാണുമ്പോഴോ നമ്മൾ സ്ഥിരം കാണുന്നവർ, അങ്ങനെയല്ല. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആ തേജസ്സുള്ള ആ സാമ്രാജ്യത്തെ അവർ കാണണം. So we should fly high and above. നമ്മൾ പറക്കണം. ബിക്കോസ് നമ്മുടെ വിളിക്ക് 3 പ്രത്യേകതകളുണ്ട്. 3 distinct characteristics are there in our calling. Because our calling is not an earthly calling. നമ്മൾ ഈ ഭൂമിയിൽ നിന്നാണ് വിളിച്ചത്, അല്ല. ഞാൻ ഈ പാസ്റ്റർ ഇപ്പോൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. യേശുക്രിസ്തുവിന് പകരമായി ദൈവത്തിന് ഭൂമിയിൽ നിന്ന് ആരെങ്കിലും അനോയിൻറ്റ് ചെയ്ത് ഈ സെയിം പർപ്പസ് ഫുൾഫിൽ ചെയ്യിക്കാമായിരുന്നു, അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈ ഡിഡ് ദ ഗോഡ് ഡിസെൻഡഡ് ഫ്രം ഹെവൻ ടു എർത്ത് ആൻഡ് ബിക്കെയിം എ മാൻ ടു സേവ് us? Why didn't God chose one among us? ഒരു മനുഷ്യനെ, ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ പർപ്പസിനായി ഉപയോഗിച്ചില്ല? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ again our calling from the earth, അതൊരു സ്വർഗീയ വിളിയാകുമായിരുന്നില്ല.
സോ അവർ നമ്മുടെ വിളിക്കൊരു 3 പ്രത്യേകതയുണ്ട്. അവർ കോളിംഗ് ഈസ് എ ഹോളി കോളിംഗ്, 1 Timothy 1:9. Our calling is a high calling, Philippians 3:14. And our calling is a heavenly calling, Hebrews 3:1. നമ്മുടെ വിളി വിശുദ്ധ വിളിയാണ്, ഉന്നത വിളിയാണ്, സ്വർഗീയ വിളിയാണ്. ഇറ്റ്സ് എ ഹോളി കോളിംഗ്, ഇറ്റ്സ് എ ഹൈ കോളിംഗ് ആൻഡ് എ ഹെവൻലി കോളിംഗ്. സോ അവർ കിങ്ഡം ഈസ് ഇൻ ഹെവൻ. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ ഒരിക്കൽ നമ്മൾ അവിടെ നിന്നേ മതിയാകുകയുള്ളൂ. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. വൈ? ബിക്കോസ് വി ആർ റിസീവിംഗ് ദ ഗിഫ്റ്റ് ഫ്രം ദ ഹെവൻ എബവ്. ബിക്കോസ് വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. അവിടെ എഫേസ്യ ലേഖനം 2:6. We raised up in Christ and seated as along with Christ. So we should go. അതിന് ദൈവം നമുക്കൊരു ടൂളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പറയും ആ ടൂളിനെ കുറിച്ച്, എപ്പോഴും പറയും നമ്മൾ ആ ടൂളിനെ കുറിച്ച്. കൃപ, ഗ്രേസ്, ദാറ്റ് ഇസ് എ ടൂൾ. വാട്ട് ഈസ് ഗ്രേസ്? നമ്മൾ പറയുന്നൊരു ക്ലീഷേ വാക്കുണ്ട് ഗ്രേസിനെ കുറിച്ച്, അൺഡിസേർവ്ഡ് ഗിഫ്റ്റ്. നമ്മൾ അങ്ങനെ പറഞ്ഞ് കൃപയെ നമ്മളങ്ങ് ചവിട്ടി താഴ്ത്തിയിട്ടില്ല. ഗ്രേസ്, വാട്ട് ഈസ് അൺഡിസേർവ്ഡ് ഗിഫ്റ്റ്? നമുക്ക് ഈ അൺഡിസേർവ്ഡ് ഗിഫ്റ്റ് നമ്മൾ പറയാനുള്ള കാരണം, എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത്, പിള്ളേർക്ക് മാർക്ക് കിട്ടിയാൽ നമ്മൾ പറയും കർത്താവിൻ്റെ കൃപ. നോ. കാറ് കിട്ടിയാൽ പറയും കർത്താവിൻ്റെ കൃപ. വീട് കിട്ടിയാൽ പറയും കർത്താവിൻ്റെ കൃപ. ഇതൊന്നും കൃപയല്ല, ഇതൊന്നും ബ്ലെസ്സിങ്സ് പോലും അല്ല. അതാദ്യം മനസ്സിലാക്കണം. ബ്ലെസ്സിങ്സ് എന്താണെന്ന് എഫേസ്യ ലേഖനം 1 എഴുതി വെച്ചിട്ടുണ്ട്, 1:3. You are blessed with all the heavenly blessings in Christ Jesus. Right? The God blessed us with all the heavenly blessings in Christ Jesus. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ചോദിക്കും, അപ്പം പിന്നെ ഐ ആം നോട്ട് എ പാസ്റ്റർ ആക്ച്വലി. അപ്പം ചോദിക്കും, ബ്രദറെ ഈ എന്തുവാ അനുഗ്രഹം, ഈ നമുക്ക് കിട്ടുന്ന ഈ മാർക്ക് മറ്റും, അതൊക്കെ ഇൻസെൻറ്റീവ്സ് മാത്രമാണ്. ഈ ആത്മീയ ജീവിതത്തിൽ കിട്ടുന്ന ചില ഇൻസെൻറ്റീവ്സ്, അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല. മേ ബി നോട്ട്, അല്ലേ? പക്ഷേ കൃപ അങ്ങനല്ല. അത് എല്ലാവരുടെ മേലും ദൈവം പറഞ്ഞു. എല്ലാ പിള്ളേർക്കും നല്ല മാർക്ക് കിട്ടാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും വലിയ കാറ് കിട്ടാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും വലിയ വീടോ എല്ലാം കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ദൈവം പക്ഷപാതിയാണെന്ന് വരുമോ? അല്ലേ? നമ്മൾ കൃപയെടുത്ത് അവിടെ കൊണ്ടുവച്ചാൽ ദൈവം പക്ഷപാതിയായ ദൈവമാണ്. പക്ഷേ ദൈവം പക്ഷപാതിയായ ദൈവമല്ല. ദൈവം കൃപ എല്ലാവരിലും ഒരുപോലെ പകർന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ടൂൾ. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? സോ ഗ്രേസ് ഈസ് എ ടൂൾ ദാറ്റ് ഗേവ് us by the God to perform the duties and responsibilities of a New Testament believer and to live in spirit. കൃപ എന്നത് ഒരു പുതിയ നിയമഭക്തന് അവൻ്റെ കർത്തവ്യങ്ങളും ദൗത്യങ്ങളും ഉത്തരവാദിത്വവും നിറവേറ്റുവാൻ ദൈവം തന്നിരിക്കുന്ന ആത്മശക്തിയാണ്. ഈ ആത്മാവിൽ നമ്മുടെ ആത്മീയ ജീവിതം ജീവിക്കുവാൻ. അതാ കൃപയെന്ന് പറയുന്നത്. ഒരു പുതിയ നിയമഭക്തന് അവൻ്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ശക്തിയാണ് കൃപ. നമ്മുടെ ആത്മീയ ജീവിതം ജീവിച്ചു തീർക്കുവാനും നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയാണ് കൃപ. ആത്മാവിൽ ജീവിക്കുവാൻ, അതാണ് കൃപ. പക്ഷെ there is a problem. അവർ ബോഡി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ദിസ് ബോഡി ബിലോങ്സ് ടു ദി എർത്ത്, അല്ലേ? ദിസ് ബോഡി കെയിം ഫ്രം ദി എർത്ത് ആൻഡ് സസ്റ്റൈൻഡ് ബൈ ദി എർത്ത് ആൻഡ് ഇറ്റ് വിൽ ഗോ ബാക്ക് ടു എർത്ത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നമല്ലത്. നമ്മളിപ്പോൾ ആത്മാവിലൊക്കെയാണ്. ദൈവം നമ്മെ ആത്മാവിൽ നിറച്ചു, കൃപയിൽ നിറച്ചു, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. പക്ഷേ നമ്മുടെ എല്ലാ മോഹങ്ങളും എവിടേക്കാ? ഈ മണ്ണിനോട്. അത് നമ്മുടെ പ്രശ്നമല്ല. ബിക്കോസ് വി കെയിം ഫ്രം ദി എർത്ത്. നമ്മൾ മണ്ണിൽ നിന്ന് വന്നു, മണ്ണ് നമ്മളെ നിലനിർത്തുന്നു, നമ്മൾ മണ്ണിലേക്ക് മടങ്ങും. സോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി എർത്ത്. നമ്മളെ ഇങ്ങോട്ട് വലിച്ചു നിർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഈ ആത്മീയ മെസ്സേജുകളൊന്നും നമ്മൾ സ്വർഗത്തിലോട്ട് പോകണമെന്ന് പറയുന്ന മെസ്സേജുകളൊന്നുമല്ല. യു ഷുഡ് ഫ്ലൈ ആൻഡ് ഹൈ ആൻഡ് എബവ് എന്ന് എത്ര പാസ്റ്റർമാരൊന്ന് പറയാറുണ്ട് ഇവിടെ? ഹൗ മെനി ഉണ്ടോ? ചുരുക്കമാണ്, അല്ലേ? So we should defy that gravitational force to fly.
ടു ഫ്ലൈ ഹൈ ആൻഡ് അബവ്. ഈ കഴുകന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. കഴുകന്മാർക്ക് കാരണം നമ്മൾക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? നമുക്ക് 2 സെക്കൻഡ് സൂര്യനെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും അല്ലേ? പക്ഷെ എന്നാൽ ഈ സൂര്യൻ നോക്കി പറക്കാൻ കഴിഞ്ഞ ചില പക്ഷികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴുകനാണ്. ഈഗിളാണ് നമ്മൾ ഈഗിൾ. അതിൻ്റെ കാരണം നമുക്ക് എത്ര ഐലിഡുണ്ട്? 2 ഐലിഡേ ഉള്ളൂ അല്ലേ? മുകളിലും താഴേക്കും താഴെ മുകളിലേക്കും പോകുന്ന. ഈ കഴുകന് 3 ഐലിഡുണ്ട്. ഇതുകൂടാതെ ഈ വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് തുറക്കുകയും അടയ്ക്കും. ഫ്രം വൺ ഈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഫ്രം സൈഡ് ടു സൈഡ്. ഇറ്റ് ഈസ് കോൾഡ് നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ. നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ എന്ന് പറയുന്ന 3ാമതൊരു ഐലിഡ് കൂടി കഴുകനുണ്ട്. ദാറ്റ് വിൽ ഓൾവേസ് മോയ്സ്റ്റൻ ഹിസ് ഐസ്. അതിൻ്റെ കണ്ണിനെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ക്യാൻ ലുക്ക് ടുവേർഡ്സ് ദ സൺ ആൻഡ് ഫ്ലൈ ടുവേർഡ്സ് ദ സൺ. നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ. ബട്ട് നമുക്കതില്ല. സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു യു. ഈ ദൈവം സൃഷ്ടിച്ച ഒരു സൂര്യനെ നോക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെ സൃഷ്ടിച്ച 10,000 സൂര്യശോഭയോട് കൂടി വരുന്ന അവനെ നമ്മൾ എങ്ങനെ കാണും? ചിന്തിച്ചിട്ടുണ്ടോ? ഈ സൂര്യനെ നമുക്ക് നോക്കാൻ അല്പനേരം നോക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ 10,000 സൂര്യശോഭയോട് കൂടി വരുന്ന ആ 10,000 സുന്ദരനായ ഈ സൂര്യൻ സൃഷ്ടിച്ച ആ ദൈവത്തെ നമ്മൾ എങ്ങനെ കാണും? How can we look at him? This is a tough ask, അല്ലേ? പക്ഷേ നമ്മുടെ കണ്ണിലും ഒരു നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ അവൻ വെച്ച് തന്നിട്ടുണ്ട്. അവനെ കാണുവാൻ, അവനെ നോക്കുവാൻ, അവൻ്റെ മനോഹരത്വം അനുഭവിക്കുവാൻ, ടു സീ ഹിം, ടു ലുക്ക് അറ്റ് ഹിം ആൻഡ് എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് മാസ്റ്റർ. ഹീ പ്ലേസ്ഡ് as a നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ ഇൻ അവർ ഐസ്. ഇറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. അതാണ് കൃപ എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുവാനും അവനെ കാണുവാനും അവൻ നമ്മളിൽ പകർന്നിരിക്കുന്ന ആ ഏറ്റവും വലിയ ഉപകരണമാണ് ഈ നിക്റ്റേറ്റിംഗ് മെംബ്രൈൻ എന്ന് പറയുന്നത്. സോ വി ഷുഡ് ഡിഫൈ ദ ടൂൾ. വി ഷുഡ് ഡിഫൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്തേ മതിയാകുകയുള്ളൂ. വി ഷുഡ് ഫ്ലൈ ഹൈ ആൻഡ് അബവ്. God gave us the tool in the form of grace. കൃപ എന്ന രൂപത്തിൽ ആ ടൂള് അവൻ നമുക്ക് തന്നിട്ടുണ്ട്. Yeah. So always keep this in mind. One day we should fly. So make sure we have a clean software, don't a corrupted software. ബട്ടർഫ്ലൈക്ക് 4 സ്റ്റേജ് ഉണ്ട്. ബട്ടർഫ്ലൈക്ക് 4 സ്റ്റേജ് ഉണ്ട്. അതിലൊരു സ്റ്റേജാണ് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്ന് പറയും. പുഴു സ്റ്റേജ്. ആ പുഴുവായിരിക്കുന്ന സമയത്ത് അത് ഈ ചെടിയുടെ തണ്ടും ഇലയും ഒക്കെ പോയി ഭക്ഷിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവൻ ഈ ഹൈബർനേറ്റിംഗ് സ്റ്റേജിലേക്ക് പോകും. ബട്ടർഫ്ലൈ ആകുന്നതിന് മുമ്പ് 3ാമത്തെ സ്റ്റേജ് അത് ഇങ്ങനെ ഒരു ഗോൾഡൻ ഒരു എഗ് ഷേപ്പിലാകും. പിന്നെ അത് ബട്ടർഫ്ലൈ ആയി. ബട്ടർഫ്ലൈ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയി ഇലയും ഈ തണ്ടും തൊലിയൊക്കെ തിന്നുമോ? ഇല്ല. പിന്നെ എന്ത് മാത്രമേ കുടിക്കൂ? തേൻ മാത്രമേ കുടിക്കൂ. സോ മൈ റിക്വസ്റ്റ് ടു യു, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, be the butterflies of God. Be the butterflies of God. Don't try to become a caterpillar again. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. കർത്താവിന് ദാസന് ദൈവം കൊടുത്ത വചന പാണ്ഡിത്യത്തിനായിട്ട്, അപ്പോൾ തന്നെ നമ്മെ കേൾപ്പിച്ച ആ ദൈവകൃപയുടെ ആ ഒരു യഥാർത്ഥമായ ഒരു പിക്ചർ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴുകിനേക്കാളും നമ്മൾ ഉയർത്തി പറക്കാനുള്ളവരാണ്. എന്ന് വെച്ചാൽ കഴുകിന് കേവലം ആകാശമണ്ഡലങ്ങളെ മാത്രം കാണുന്ന ആ ഒരു ഇൻസൈറ്റ്. എന്നാൽ അതിനപ്പുറം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ, ആകാശമണ്ഡലങ്ങൾക്കപ്പുറം, സൂര്യൻ്റെ ശോഭയ്ക്കപ്പുറം ആ തേജസ്സിനെ കാണുവാനുള്ള വലിയ കൃപ കർത്താവ് നമുക്ക് പകർന്നിരിക്കുന്നല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി കർത്താവ് മാത്രം. Praise Lord. Hallelujah. Let us all surrender ourselves to the word that we have just listened.
Let us all not become corrupted in our softwares. Let us keep our softwares up to date so that we have the confidence that yes, our softwares are good enough so that we can function properly. Hallelujah. So that let us surrender ourselves in His presence. We'll sing an English song and we praise His name. All to Jesus I surrender, humbly at His feet I bow. Worldly pleasures all forsaken, take me Jesus, take me now. Once again, all to Jesus I surrender, humbly at His feet I bow. Worldly pleasures all forsaken, take me Jesus, take me now. I surrender all, I surrender all to Thee, my blessed Savior. I surrender all to Jesus I surrender. Lord, I give myself to Thee. Fill me with Thy love and power. Let Thy blessing fall on me. I surrender all. I surrender all to Thee, my blessed Savior. I surrender all. Thank you, Jesus. All to Jesus I surrender, humbly at His feet I bow. Worldly pleasures all forsaken, take me Jesus, take me now. And I surrender all, I surrender all to Thee, my blessed Savior. I surrender all. One last time. All to Thee, my blessed Savior. I surrender all. നമുക്കതിനെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കഥാദാസൻ പാസ്റ്റർ അരുൺ ബാബു മുന്നോട്ട് കടന്നു വന്ന് വചനം സൂക്ഷിക്കുന്നതായിരിക്കും. സാം തോമസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. 11:10 വരെയുള്ള സമയം, 11:10 വരെയുള്ള സമയമേ, 12:10 വരെയുള്ള സമയം അത് എടുത്താട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ അരുൺ കഴിഞ്ഞ 5-6 വീക്സ് നമ്മോടൊപ്പം ഇല്ലായിരുന്നു. IPC ഹോൺസ്ലോ ചർച്ചിൽ അവിടുത്തെ പാസ്റ്റർ നാട്ടിൽ പോയ ആ ഒരു വേക്കൻസിയിൽ അവിടെ സൂക്ഷിക്കാനായിട്ട് കടന്നുപോയല്ലോ. തിരിച്ച് കടന്നു വന്നു. വളരെ സന്തോഷം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദിവദാസന്മാരെ വചനം സൂക്ഷിക്കാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
I greet you all in the matchless name of Lord and Savior Jesus Christ. നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I thank Lord for giving us wonderful opportunity so that we could come all together and praise His name. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹത്തെയും ക്രിസ്തീയ വന്ദനത്തെയും അറിയിക്കുന്നു. I greet all of you in the matchless name of our Lord and Jesus Christ, including the esteemed pastors and all Lord believers. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്കിങ്ങനെ ആരാധനയിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തട്ടെ. I'm very thankful for the Lord that after a short break or short away time that God has given us an opportunity to come and worship His name together. ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തി. പ്രാർത്ഥനയിൽ ഓർത്ത് എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. And I'm thankful to everyone who has prayed for me when I was away and ministering in a different church. I'm very thankful for that. ആ സമയത്ത് വിളിച്ച ഒത്തിരി പേരുണ്ട്. ഇനി വിളിച്ചില്ലെങ്കിൽ കൂടെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്തു എന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിക്കുന്നു. And during the time when I was away from here, many of you have phoned and messaged me, and I'm very thankful for that. And those who did not do that as well, I know that you've been praying for us, and I'm very thankful for that as well. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's all raise our hand and say hallelujah. ഇന്നത്തെ ആരാധനയ്ക്ക് ആർക്കും സന്തോഷമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. I don't think people here are not happy today. ഇന്നലത്തെ ടാലന്റസിൽ പോയിട്ട് അവരോളം ട്രോഫി കൊണ്ടുവന്നതിൻ്റെ ക്ഷീണമുണ്ടോ ഇപ്പോഴും? And I believe people are very tired after the overall championship they have bought yesterday. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമുഖ സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു. And we have already listened to a very wonderful message this morning. കർത്താവിൻ്റെ ദാസൻ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചു. കാരണം അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. And I was hoping that when the dear pastor, when he was saying the word, I wish that he could continue so that the message which I am trying to say is also the same message. ആത്മീയ ജീവിതം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ആരാധന എന്ന് പറയുമ്പം പൊതുവേ ഇച്ചിരി ഓളമൊക്കെ ഉണ്ടാക്കി പോകുന്നൊരു പ്രവണത പൊതുവേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. And when it is a spiritual life, we know that there are various things happens in our spiritual life. പക്ഷേ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുന്നൊന്ന് ചിന്തിക്കണം, എന്താണ് ഇന്നത്തെ ആരാധനയിലൂടെ എനിക്കുണ്ടായ നേട്ടം. And when we live a spiritual life, we will have a lot of ups and downs. And after all the ups and downs, when we sit down, we need to think what was the message of today about. ഓരോ കൂടിവരവും ഓരോ ആരാധനയും അല്ലെങ്കിൽ ഏത് മീറ്റിംഗ് ആയാലും ആ മീറ്റിങ്ങിൽ നമ്മൾ സമയം ചെലവഴിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്, എന്ത് നേട്ടമാണ് എനിക്കുണ്ടായതെന്നൊരു പരിശോധന എപ്പോഴും നമുക്കുണ്ടാകണം. And after every meeting we attend, it doesn't matter if it is only Sunday or even the other meetings when we attend. After the meeting, we need to examine ourselves. What was the message and whom it was for? എൻ്റെ അകത്തെ മനുഷ്യന് വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും എനിക്കതിൽ നിന്ന് നേടാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. And we need to examine the message, whether our internal man or internal person, what did he receive, or was he able to grow in the faith of God? That is something we need to examine. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അതിനേക്കാളും വലിയ കാര്യമാണ്. And we also need to examine whether our spiritual man who is able to reveal the Holy Spirit, is it happening or not. We need to understand that. ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. And we also need to understand that whether what God is wanting from us, we need to examine, or we need to understand that as well. അത്തരത്തിൽ പൗലോസ് ശ്ലീഹ എഫെസ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. And it is something similar what Paul wrote in Ephesians. That's what we are going to read about. ഒന്നാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. Let's read Ephesians chapter 1 verses 15 to 19. അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ
പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ധന്യനായ പൗലോസ് ശ്ലീഹായുടെ ഈടുറ്റ ലേഖനങ്ങളിൽ ഒന്നാണ്. And Paul's letter to Ephesians is one of the letter which he is specifically written to them. പൗലോസ് ശ്ലീഹ എഴുതിയ ഏതൊരു ലേഖനങ്ങളിൽ നിന്നും എഫേസ്യ ലേഖനത്തെ വേറിട്ട് നിർത്തുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. And we can specify various things from all the other letters which he has written to Ephesians. മറ്റു ലേഖനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ലേഖനത്തിന്റെ ആദ്യോടന്തം സഭ എന്താണ് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു പിക്ചർ പൗലോസ് നൽകുകയാണ്. And when we read from Ephesians beginning until the end, you will understand that what is making it specific is he talks about what a church is all ആ about. സഭയ്ക്ക് ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ആത്മീക അനുഗ്രഹങ്ങളെ പറ്റി പദവിയെ പറ്റി പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. And we can see that Paul talks about what are the preferences, what are the importance given to the church. We can read about that. ആ സഭയിൽ ഉണ്ടാകേണ്ട ബന്ധങ്ങളുടെ വില എന്താണെന്ന് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നു. And we also see about the relation that church has to maintain. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക അധികാരങ്ങളെ കുറിച്ച് പൗലോസ് വിവരിക്കുകയാണ്. And we also see about the authority or the power which the church is given. സഭയുടെ വളർച്ചയ്ക്ക് എതിരെ നിൽക്കുന്ന മറ്റൊരു നിയമ സംവിധാനമുണ്ട്. അത് അന്ധകാരത്തിന്റെ വലിയൊരു മേഖല മുമ്പിലുണ്ട്. അതിനോട് ആത്മയുദ്ധം ചെയ്യണമെന്ന് പൗലോസ് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. And Paul also teaches us that we need to fight the power of darkness here as well. ആ ആത്മയുദ്ധത്തിൽ നമുക്ക് വേണ്ട ആയുധങ്ങളെ പറ്റി നമ്മൾ എങ്ങനെ ഒരുങ്ങണമെന്നതിനെ പറ്റി പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. And he also talks about how we need to find this power of darkness here as well. അതിനേക്കാളൊക്കെ ഉപരി എഫേസ്യ ലേഖനത്തെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകൾ ഈ ലേഖനത്തിൽ നമുക്ക് കണ്ടെത്താം. And from all of this, apart from all of this, there is two very important prayers which he's praying for that we can see here. ആ രണ്ട് പ്രാർത്ഥനകളുടെ പ്രത്യേകത എഫേസ്യയിലുള്ള ദൈവസഭ അല്ല, ഈ ലേഖനം വായിച്ചു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഭൗതികമായി വളരണമെന്നുള്ളതല്ല പ്രാർത്ഥനയുടെ ആകത്തുക. And what he's praying about is not only the materialistic blessing which the people should receive. ഭൗതിക നേട്ടങ്ങളെ പറ്റി ഒന്നും പൗലോസ് പരാമർശിക്കാതെ തികച്ചും ആത്മീക വളർച്ചയിലേക്ക് ദൈവസഭ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. And what he was wishing for the people of Ephesus is not only that not just the materialistic benefit, but rather they should be receiving the spiritual blessing and they continue receiving that. പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന കാണുന്നത് 3-ാം അധ്യായത്തിലാണ്. And the second prayer we see in chapter 3. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഉറക്കുക എന്ന് മാത്രമല്ല, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണമെന്ന് അദ്ദേഹം പറയുന്നതിന് കൂടെ തന്നെ പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തുവിൽ വളരുന്നതാകണം. And if we read in chapter 3 verses 14 to 19, we would understand that he is bowing in his knees and he's also saying that you should be deeply rooted in Christian faith, and also your inner man should outgrow faith and it should continue in that. അങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വളർന്നാൽ അവനുണ്ടാകുന്ന അടുത്ത നേട്ടം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ പറ്റിയുള്ള ആഴമേറിയ ദർശനം ആ മനുഷ്യന് ലഭിക്കുകയാണ്. And if you have your inner man grow in the fear of God or receive the Holy Spirit, you will see the revelation from Christ directly, and you would make sure that you have been excelling in his life, in his faith. അങ്ങനെ തികച്ചും 6 അധ്യായങ്ങളിലായി ആത്മീക വളർച്ച നേടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവസഭയോടുള്ള ദൈവദാസന്റെ വെളിപ്പാടുകൾ അദ്ദേഹം അറിയിക്കുന്നതാണ് എഫേസ്യ ലേഖനം. And in all the 6 chapters, what he's trying to say is what the Lord wants and what the Lord wants the people of Ephesians to follow and all of us to follow. That is something we can നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. And let's come back to the passage which we read. 15-ാം വാക്യം അദ്ദേഹം ആരംഭിക്കുന്നത്, അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. And if we read verses 15 and 16 there, it says, therefore I also, after I heard of your faith in Lord Jesus and your love of all the saints, do not cease to give thanks for you, making mention of you in my prayers. അത് നിമിത്തം എന്ന് പൗലോസ് പറയുമ്പോൾ എന്ത് നിമിത്തമാണ് അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്?
And what is he praising about when he says that in regards to that? അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. And he says that do not cease to give thanks for you, making mention of you in my prayers. അപ്പൊ ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ സഭയിൽ പൗലോസ് കണ്ട ചില പ്രത്യേകതകളാണ് അതിന് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. And if Paul has to continue praying without ceasing, then there is something which is seen in the church, and that is what he's telling us. മൂന്നാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. And in verses 3 he says about that, blessed be the God and Father of Lord Jesus Christ, who has blessed us with every spiritual blessing in heavenly places in Christ. അതിനർത്ഥം ഈ സഭ സാധാരണ ഒരു സഭയല്ല. And that simply means that this church is not just like any other church. ശൈശവത്തിൽ നിൽക്കുന്ന ഒരു സഭയുടെ കാര്യമല്ല, ദൈവമക്കളെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. And Paul is not talking about just the Christian believers there. ക്രിസ്തുവിൽ വളരണമെന്ന ആഗ്രഹമുള്ള ഒരു കൂട്ടരെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. And what Paul is trying to show is the people who is trying to grow in the fear of God. പരിശുദ്ധാത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. And Paul is trying to show the people who are worshiping the Lord Jesus Christ in fear and spirit. ദൈവവചനത്തെ നന്നായി അപഗ്രഹിക്കുന്ന ഒരു കൂട്ടരെയാണ് പൗലോസ് അവിടെ കാണിക്കുന്നത്. And Paul is trying to show a group of people who is trying to read and understand every verse. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ചേർത്ത് പറയാം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടരെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. And Paul is trying to show all the people who are trying to stay holy. ക്രിസ്തുവിന്റെ ഭാവം ഞങ്ങളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. And Paul shows a group of people who want who want to have a Christ-like nature in themselves. ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന്, താഴ്മ എന്താണെന്ന്, ജീവിതം എന്താണെന്ന് അറിയാവുന്ന ഒരു കൂട്ടരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയാണ്. And Paul is trying to tell the people who are already fearing God, who wants to grow in fear of God, that he is telling that you should be spiritually receiving the Christ and you should continue in that. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും എന്താണെന്ന് പൗലോസ് പറയുന്നില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാലത്ത് നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഈ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. And Paul is trying to tell, though he is not explaining every spiritual blessing to the people of Ephesus, but he is trying to tell and trying to explain each and everything which they have to get the spiritual blessing so that they can move forward. ഞാൻ അതിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ചേർത്ത് പറയുന്നു. നമ്മുടെ രക്ഷ, ദൈവം നമുക്ക് തന്ന രക്ഷ ഈ അനുഗ്രഹത്തിൽ പെടുന്നതാണെങ്കിൽ, ദത്തെടുപ്പ് ഈ അനുഗ്രഹത്തിൽ പെടുന്നതാണെങ്കിൽ, ദൈവത്തിൻ്റെ മുന്നറിവ് ഈ അനുഗ്രഹത്തിൽ പെടുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കഴിഞ്ഞ കാലങ്ങളിലെ കണ്ടതും ഇന്ന് നാം രക്ഷയിലേക്ക് വന്നതും ഈ രക്ഷയുടെ സന്തോഷം നാം അനുഭവിക്കുന്നതും ആത്മീകരായി ജീവിക്കുന്നതൊക്കെ ദൈവിക അനുഗ്രഹത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. And from my personal opinion, I can tell you that even though you continue in the life of Christ, even though you want to grow in Christ, I can tell you that though you have to grow, everything has to come in one by way. ആ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യം, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നിങ്ങളെ കണ്ടു. And to that church he is saying that before you were formed in the womb, God saw you. അവിടെ എഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു. And we see that God has chosen us and also he has adopted us. അതിനർത്ഥം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്, സകല ഗാലക്സികളും ഉണ്ടാകുന്നതിന് മുൻപ്, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഇന്നിവിടെ ആരാധിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പേരുണ്ടായിരുന്നു എന്നല്ലേ ആ പറയുന്നതിന്റെ ആശയം? അങ്ങനെയാണെങ്കിൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന് ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും, അവൻ നമ്മെ കണ്ട ദൈവം തന്നെയാണ്. And how many of us can thank and say to Lord because before we came to this church, before we came to worship him, God has chosen us, God has adopted us so that we could come here and we can give all glory to him alone. ഞാനിങ്ങനെ ചേർത്ത് പറയാൻ പ്രിയപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ കണ്ടെന്ന് പറഞ്ഞാൽ ആദാമിന് മുമ്പേ ദൈവം നമ്മെ കണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. And what I am trying to say is when God said that he has seen you before you were born, is when I'm trying to say is even before Adam and Eve he saw you. അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? And you might think that is it possible? പൗലോസ് പറയുകയാണ് അതൊക്കെ സംഭവിക്കും. ദൈവം സർവജ്ഞാനിയായി എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് നമ്മെ എല്ലാവരെയും നന്നായി അറിയാമായിരുന്നു. And Paul is trying to say that because God is an all-knowing God, he knew everything before we were formed. ഇവിടെ പറഞ്ഞിരിക്കുന്നു ദത്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
And here it says about being adopted. അതിനർത്ഥം ഞാൻ ഇങ്ങനെ പറയാം, നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണല്ലോ. And it says about that he has bought us for a price. എന്തിനാ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? Why did God buy? Why did Jesus buy or God buy for us in a price? കേവലം വിശ്വാസിയായിട്ട് ജീവിച്ചു തീരാനാണോ? Just because that we could live as believers? അദ്ദേഹം പറയുന്നു, തിരുഹിതത്തിന്റെ പ്രസാദം, അർത്ഥാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ നിവർത്തിക്കേണ്ടതിനാണ് എന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. God has bought us for a price because God wants that his will or his life should be fulfilled in your life as well. അടുത്തത് പൗലോസ് പറയുന്നത് കേട്ടോ, അങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, അടുത്തത് നമ്മെ മുൻ നിയമിച്ചു, നമ്മെ അപ്പോയിന്റ് ചെയ്തു. And we can see that God is trying to say that he has chosen us, he has adopted us, and he has also appointed us. അതിനുശേഷം പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചു. And he also says about that he has saved us from all the external things which could come upon us. അത് കഴിഞ്ഞ് പൗലോസ് പറയുക, അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവും നമുക്ക് നൽകിയിരിക്കുന്നു. And Paul also says that he has given us all the wisdom and knowledge so that we could be living in under him or according to his will. ക്രിസ്തുയേശുവിൽ നാം അവകാശികളാണെന്ന് പൗലോസ് പറയുന്നു. And Paul also says that we are the people or people of Christ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. And in verses 14 if you read, he says that he has sealed us in Holy Spirit. ഒരു മനുഷ്യനും തുറക്കാൻ കഴിയാത്ത ഒഫീഷ്യലായ ഒരു ലെറ്ററിൽ എങ്ങനെയാണോ ഗവൺമെന്റ് സീൽ വരുന്നത്, അങ്ങനെ തന്നെ വീണ്ടെടുക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു ദൈവം. And how a government letter or which is sealed and enveloped us and sent to us, it is the same way that God has sent through his Holy Spirit that he has sealed us. ഇത്രയും ആത്മീക പരിജ്ഞാനമുള്ള, ആത്മീകമായി വളർന്ന ദൈവസഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. And the church which is already knowing about the will of God and continuing in the presence of God, he is telling that church there are certain things which you need to do. ഞാൻ ഇന്ന് പകൽ ഈ സഭയോടും പറയുന്നു, ഞാൻ ഉൾപ്പെടെ, നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്ന ഈ സഭയോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി പൗലോസ് ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുകയാണ്. And I want to tell this church as well, there are certain things which Paul is trying to tell the church, it is also applicable to us as well. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വചനം പഠിക്കാൻ തരുന്നത്, കർത്താവിനോട് ചേർന്നിരിക്കാൻ തരുന്നതൊക്കെ ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹം തന്നെയാണ്. And God has given us an opportunity to study the word or to learn from the word. That is an opportunity which God has given us. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നതും പൗലോസ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു 5 കൂട്ടം കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുക. And there are 5 things which Paul is trying to tell us and teach us from these verses. ഞാൻ അങ്ങോട്ടേക്ക് വേഗം പറയാം. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. And here when we start, it says that I'm continue to praying for her without ceasing. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. And we can see that Paul was a praying man. ഞാൻ ചോദിക്കുക, പൗലോസ് എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഇടപെടാതെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നത്? And I'm asking Paul, why are you praying without ceasing? പ്രാർത്ഥിച്ചിട്ട് താങ്കൾക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ലേ? Are you not feeling tired for continuously praying? ഈ ഒരേ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ മാറി 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 പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നില്ലേ? And though you are continuing to praying for the same reason, are you not feeling very tired? പൗലോസ് നൽകുന്ന മറുപടി, ഞാൻ മടുക്കാതെ പ്രാർത്ഥിക്കുന്നത്, ഒരേ വിഷയത്തിന് വേണ്ടി മാറി മാറി ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പിറകിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. And Paul is trying to answer here saying that I'm continuing to pray for the same reason every other day. That is because I know that my God will answer my prayers. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. And Paul is telling here saying that my Lord not only listens to the prayer but he also answers to our prayers. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ, എൻ്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെങ്കിൽ, എത്ര കാലം വേണമെങ്കിലും ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. And Paul says that if my Lord is able to listen and if my Lord is able to answer, I do not mind waiting and praying for how long as he wants. ഈ പകൽ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്നവരെ, വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് ജാഗരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന
വിളിക്കുന്നവന് വേണ്ടി സ്വർഗീയ കലവറകളെ തുറക്കാൻ കഴിയുന്ന, മറുപടികൾ കൊണ്ടുതരാൻ കഴിയുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. And I want to tell the church who are continuously praying for certain prayer requests, I can tell you that like Paul has been continuously praying, you need to continue to pray, and Lord is the one who will not answer, or who will make sure that he is answering all your prayers. He will not go unanswered. ഞാൻ പൗലോസിനോട് ചോദിക്കാം, പൗലോസേ അത്രയ്ക്ക് ഉറപ്പെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? And I'm asking Paul, what is the surety you are giving here? പൗലോസ് എന്ന മറുപടി അങ്ങേയറ്റം രസകരമാണ് പ്രിയപ്പെട്ടവരെ. And what Paul gave me is very funny. മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് ഞാൻ വന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. And Paul says that there was a time when I came with a sealed envelope from a high priest. വാഹനമൃഗത്തിന് പുറത്ത് അകമ്പടി പട്ടാളവുമായി അഹങ്കാരത്തോടെ ഞാൻ ദമസ്കോസിലേക്ക് വന്നത്. When I was so proud and I was going towards Damascus with a sealed letter. ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, എന്നേക്കാൾ ബലവാനായ മറ്റൊരു മനുഷ്യനില്ല, ഒരു മാനുഷിക ശക്തികൾക്കും എന്നെ തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. And I was very proudly saying in my mind, saying that there was a time and there is no one above me because I have this sealed envelope. എന്നാൽ ദമസ്കോസിലേക്ക് എത്തുന്ന വഴിക്ക് ആ പടിവാതിക്കലേക്ക് വരുമ്പോൾ, പട്ടണത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം എന്റെ കണ്ണിലടിച്ചു, ഞാൻ താഴെ വീണു. And before I reached Damascus, there was a light which struck me and I fell down. എന്നെ എൻ്റെ കൂടെ വന്ന ആൾക്കാർ യൂദായുടെ വീട്ടിൽ കൊണ്ട് കിടത്തുകയാണ്. And the people who came with me, they took me to Judah's house and they laid me down there. 3 ദിവസം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. And I prayed there for 3 days. കണ്ണ് കാണാത്തവനായി, ജലപാനം ഭക്ഷിക്കാത്തവനായി ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. And without able to see anything and without having anything, I prayed continuously there. എൻ്റെ ഒരു ചിന്തയിൽ പൗലോസിന്റെ പ്രാർത്ഥന ഇതാ, ദൈവമേ നീ ആരാണ്, നീ ആരാണ്, നീ ആരാണെന്നുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ ചോദ്യം ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നത്. And in my revelation, in my opinion, Paul is only praying here saying that, Lord, who are you, who are you, who are you? ഈ ചോദ്യം പൗലോസ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ദർശനം കൂടെ കാണുകയാണ്. And when he is continuously asking and praying, he is also seeing a vision here. അനന്യാസ് എന്നൊരു ദൈവമനുഷ്യൻ വന്ന് കൈവയ്ക്കുന്നത് എനിക്ക് സൗഖ്യമാകുന്നു. And he sees a vision there that there is a person called Ananias is coming and praying and he's able to see. പ്രിയപ്പെട്ടവരെ, പൗലോസ് അനന്യാസിനെ കണ്ടിട്ടില്ല. And Paul has not seen Ananias before. അദ്ദേഹത്തിന്റെ നിറം എന്താണെന്നോ ശരീരപ്രകൃതി എന്താണെന്നോ പൗലോസിന് അറിയില്ല. And Paul does not know a person called Ananias, how he looks and how he is. ആകപ്പാടെ ഇദ്ദേഹം അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ദർശനത്തിൽ മാത്രമാണ്. And how he is seen is only through vision. ഈ ദർശനത്തിന്റെ നിവൃത്തി എന്താണെന്ന് പൗലോസിന് അറിയില്ല. And Paul does not know what's the fulfillment of this vision. ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയമുണ്ട്. And Paul is very doubtful whether it will be fulfilled. എന്നിട്ടും അദ്ദേഹം ആ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Even though he continuously prayed in the dark room. പ്രാർത്ഥന ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസവും പ്രാർത്ഥന നീളുകയാണ്. And the prayer he is continuously praying for Edu, and then the second day and the third day as well. പൗലോസ് ഈ ദർശനം കണ്ട്, ശൗലി ദർശനം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനന്യാസിനോട് ദൈവം വന്ന് ഇടപെടുകയാണ്. അനന്യാസേ, നീ എഴുന്നേറ്റ് നേരെ യൂദയുടെ വീട്ടിലേക്ക് പോകുക. And when Saul is continuously praying for this matter, that's when Ananias is being said by the Holy Spirit that you need to go to Judah's house. ഈ അനന്യാസിനോട് ദൈവം ആലോചന പറയുന്നു, അവിടെ ഇന്നയാൾ വന്ന് കിടപ്പുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകണം. And Ananias he has a revelation from the Christ or the Spirit where it is said that you need to go this certain place. അനന്യാസിനോട് ആരുടെ അടുക്കലേക്ക് പോകണം, എവിടെ പോകണം, ഏത് സ്ഥലത്ത് പോകണമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ അനന്യാസ് ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, എന്നിട്ട് എന്നെ ചിന്തിപ്പിച്ചത് എങ്ങനെയാണ്? അനന്യാസ് പറഞ്ഞത്, ദൈവമേ ഞാൻ പോകില്ലെന്നല്ല, ദൈവമേ ഞാൻ പോകാമെന്നാണ് ദൈവത്തോട് പറയുന്നത്. And Ananias, after receiving the revelation from the Holy Spirit, he said that, Lord, I know this person, but knowing that person, he did not say that, Lord, I will not go, but he said that I will go. അനന്യാസിന്റെ ആ ഒരൊറ്റ സമർപ്പണമാണ് ചരിത്രത്തെ തിരിച്ചൊരു മനുഷ്യനെ ദൈവം അന്ന് അവിടെ എഴുന്നേൽപ്പിക്കാൻ കാരണമായത്. And the submissiveness of Ananias was enough that the history was made there. ഞാൻ ഇന്ന് ഒരു ദൂത് സഭയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. And I want to share a message with the church as well. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒത്തിരി പൗലോസുമാർ ഇന്നും കെട്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. And there are many Paul like this who are being abandoned in a dark room. കണ്ണു കാണാൻ കഴിയാത്തവരായി, സത്യം എന്തെന്നറിയാത്തവരായി, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരുപാട് ശൗലുമാരുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദേശത്ത്. There are many souls like this who have been in this land who does not know what is the right thing and who is continue to sin. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം ഈ ടോൾവർത്ത് ചർച്ചിലെ അനന്യാസുമാരെ ഇന്ന് പകലും ചെയ്യുകയാണ്. And the Holy Spirit is trying to intervene today
today, and it is telling that he is going to raise certain Ananias from this church. ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, അനന്യാസായി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? And I want to tell and I want to ask the church whether can you pray to be Ananias of the church. അനന്യാസിനെ ലോകം അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിഞ്ഞതാണ് ചരിത്രമെങ്കിൽ ചില അനന്യാസ്മാരെ ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. And though Ananias was not known by the world, but I can tell you this: if the people who continuously pray, they will be known, and Ananias will be known as well. ഈ സഭയുടെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് ഇതുപോലെ കുറെ അനന്യാസ്മാരെ ദൈവത്തിന് വേണ്ടി പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. And the message or the appointment for the church is that there should be certain Ananias coming out of the church. ദേശത്തെ കാർന്നു പിടിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെ പുറത്തെടുക്കുന്ന അഭിഷക്തരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവസഭയുടെ നിയോഗം. And what this church has a message towards the world is certain people should come out and save the people who are in darkness. അതിനു വേണ്ടത് പ്രാർത്ഥിക്കുന്ന ചിലരെയാണെന്ന് ഈ പകൽ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. And the Lord is reminding that for that I need certain people who can continuously pray. പൗലോസിനോട് ഞാൻ ചോദിച്ച ചോദ്യം, പൗലോസേ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നല്ലേ? And I only asked Paul saying that how do you know that there's a prayer who answers how do you know that there's a Lord who answers? പൗലോസ് തന്ന മറുപടി ഇങ്ങനെ, എൻ്റെ പൊന്നു സഹോദരാ, ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനെ, ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത്, എനിക്ക് പരിചയമില്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ വിടുതലിന് വേണ്ടി മുന്നമേ കരുതാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായും പറയാം, സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴികൾ വെട്ടി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഭക്തന്റെ ജീവിതത്തിലൂടെ ആ ദൈവത്തിന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ നിരാശപ്പെടരുത്. വിടുതലിന്റെ കരങ്ങൾ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. And Paul is only trying to tell that if my Lord can show me things which I have never seen, and he can appoint a person who can come and pray for me, then I want to encourage the church saying that you need to be continuously praying without ceasing, and Lord will answer you. ആ പൗലോസ് സഭയോട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And that same Paul is trying to say to the church that I'm going to pray for ഈ സഭയുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവർ ആത്മീകമായി വളർന്നവരാണ്. And I have already mentioned the specificality of this church, saying that they are very much grown in spirit. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത, സഭയെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത് പൗലോസ് പറയുന്നു, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. And Paul is mentioning the first prayer point, that is you should pray in order to receive the wisdom and the revelation from Holy Spirit. എന്തിനാ നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നത്? And why Paul is saying that you should be praying for this revelation of the Holy Spirit? പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പൗലോസിന് അറിയാം. And he knew that there is no point in telling an ordinary person about this. ഈ സഭയിലെ ദൈവമക്കൾ അതുപോലെ ആത്മീക വളർച്ച പ്രാപിച്ചവരായതുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ ഇങ്ങനെ ലിമിറ്റ് ചെയ്യരുത്, ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ മേലോട്ട് കയറാൻ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാവിനെ തരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. And Paul is trying to tell the church, saying that you know all of this, and that is why you should be moving forward and you should be praying to receive the Holy Spirit. എന്താ ഈ ജ്ഞാനം, എന്താ വെളിപ്പാട്? And what is the wisdom and what is the revelation? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവചനത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ ഇതിന് പല വിശദീകരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. And we can see various explanation given throughout the Bible. ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. നമ്മളത് പഠിക്കേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ പൗലോസ് ഉദ്ദേശിക്കുക. And what Paul is trying to say is wisdom is something which we need to learn. നമുക്കറിയാം, ക്ലാസ്സിൽ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എപ്പോഴും ഒരു ടീച്ചർ ഉണ്ടാകും. And there will be always a teacher to teach children in the school, in the class. ഇനി അവർക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി അത് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ടാകും. And though the children know about the topic or the subject, still the teacher will be there. നമ്മൾ ബൈബിൾ സ്റ്റഡിയൊക്കെ കൂടുന്ന ആൾക്കാരല്ലേ, നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളല്ലേ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്. And we all attend the Bible study, and we know that though Lord is trying to talk or teach us certain things which we already know. എന്തിനാ ഈ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരേ സബ്ജക്റ്റ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? And why these teachers teach one certain topic again and again? ആ പ്രത്യേക വിഷയത്തിൽ
പഠിതാവേ നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കണം, അറിവ് വർദ്ധിക്കണം. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. And the teachers teach the certain topic, reason being that your knowledge or your wisdom about that certain topic should increase and you should have more knowledge about it. ഇവിടെ പൗലോസ് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകണമെന്ന് പറയുന്നത് എന്തിലാണെന്ന് താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. And we can read further why you should have this in the further verses. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ജ്ഞാനം വേണ്ടത്? And why you should need the revelation in the knowledge. നിങ്ങൾക്ക് ജ്ഞാനം വേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. And you need this to have to understand the word of God. കാരണം ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിലുള്ള പരിജ്ഞാനത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയുക. And only through the word of God you can grow in revelation of knowledge. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങളിലൂടെയാണ് ദൈവം എന്താണെന്നുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടുക. And the deep message about what God wants us to do is through these words only. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവവചനത്തെ അഭ്യസിപ്പിക്കാൻ, പഠിക്കാൻ നമുക്ക് ഒരാളുടെ സഹായം വേണം. And we need one person's help to continue to grow. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന പാസ്റ്റേഴ്സിന്റെ കാര്യമല്ല പൗലോസ് പറയുന്നത്. And Paul is not trying to tell about the pastors who is teaching you. ഏറ്റവും നല്ല അധ്യാപകനാണ് പരിശുദ്ധാത്മാവെന്നത്. And a very good teacher we have, that is the Holy Spirit. അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണമെന്ന് പൗലോസ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവെ, തിരുവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ സഭയ്ക്കകത്ത് വേണമെന്നല്ലേ പൗലോസ് പറഞ്ഞു വരുന്നത്. And what Paul is trying to say is if you need to have a spirit of wisdom or to knowledge, that's when if you need to have that, you need to have the word of God in your mind. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. And in John chapter 16 we can see that I'm going to send a person before you. ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തി തരും. And that certain person will show you or make you understand what a sin is, what a knowledge is, and how you have to live forward. ആ നല്ല ടീച്ചർ നിങ്ങളെ യഥാർത്ഥ വഴി കാണിച്ചു തരും. And that a certain teacher will show you the way to live forward. നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. And what you have to talk, he will teach you. താങ്കളുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. And how is your way of life, he will teach you. നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. And what is the standards we need to keep, the Holy Spirit will teach you. ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. And what is the power, what Christ is giving, that Holy Spirit will tell us. ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക അധികാരങ്ങൾ എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. And what is the spiritual authority or power which God has given us, that Holy Spirit will disclose us. നമ്മുടെ ബുദ്ധിയെ തുറക്കുന്ന, ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന, ആള് മാറിയവരാക്കി നമ്മളെ മാറ്റുന്നത് ദൈവവചനത്തിലൂടെ അഭ്യാസമാണെങ്കിൽ അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. And the continuous learning in the word of God, that only comes through the Holy Spirit, which gives us the knowledge, which continues to help us to have the knowledge and wisdom. ഈ പകൽ അങ്ങനെ ഒരു ആത്മതലത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. And I'm very thankful to the people who continue to pray like this. അപ്പോൾ ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ അകത്തെ മനുഷ്യൻ ദൈവ സമാനമായി വളരാൻ കഴിയില്ല. And if you're not able to grow in word of God, you will not be able to grow like a person which God wants us to grow. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എങ്ങനെയാ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകുന്നത്? And if Paul is trying to say that you should have a Christ-like nature, how it is going to happen? ക്രിസ്തുവിൽ ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവസ്നേഹം എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നത്? And how did the love of Christ will be revealed to us, or how it is going to happen in our life as well? ക്രൂശിലെ മരണത്തോളം അവൻ ക്ഷമിക്കുന്നവനായിരുന്നെന്ന് പറയുമ്പോൾ ആ ക്ഷമ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്? And when we read about the forgiving nature of Christ who died on the cross, how it is going to happen in our life? എന്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് തിരുവചനം പറയുമ്പോൾ അതിനെ എന്നെ എങ്ങനെ പരിവർത്തനപ്പെടുത്താമെന്ന പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. And how Lord is going to show us that you should forgive, or you should love your enemy, or you should forgive the people who hurt you, how it is going to happen. നിങ്ങൾ
പ്രാർത്ഥനയിൽ മടുക്കരുതെന്ന് തിരുവചനം പറയുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുകയാണ്. And the Holy Spirit will help us when it says that you should continue to pray without ceasing. ചുരുക്കം പറഞ്ഞാൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ആത്മീക വർധനവിന്, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുന്നതിന്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. And Paul is trying to tell here that if you want to grow in the fear of God, if you want to receive the word of God, you can only do through the Holy Spirit alone. അപ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. And you should be praying if you need to have the wisdom of God. അടുത്തത് അദ്ദേഹം പറയുകയാണ്, പരിജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. And the next thing what he's telling is pray for the revelation. അവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാടിന്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാ. And it says that you should be praying for the revelation. അത് പരിജ്ഞാനം എന്ന് തന്നെയാണ് തിരുവചനം പറയുന്നത്. And it also talks about the wisdom of spirit. എന്താ വെളിപ്പാടെന്ന് പറഞ്ഞാൽ? What does the revelation mean? എന്താ വെളിപ്പാടെന്ന് പറഞ്ഞാൽ? അത് തന്നെ, മറഞ്ഞിരിക്കുന്നത് എന്തോ അതിനെ പുറത്തു കൊണ്ടുവരുന്നതാ വെളിപ്പാടെന്ന് പറയുന്നത്. And revelation simply means that which is hidden and it is coming out, or it is shown to us. നമുക്ക് അറിയില്ല അത് എന്താണെന്നുള്ളത്. ഈ കർട്ടന്റെ പിറകിൽ എന്താണെന്ന്, ഈ സ്റ്റേജിന്റെ പിറകിൽ എന്താണെന്ന് നമുക്കറിയില്ല. അത് മാറ്റുമ്പോൾ അവിടെ എന്താണെന്ന് കാണാൻ കഴിയുന്നത് പോലെ മറഞ്ഞിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് വെളിപ്പാട് ശരിക്കും. And we do not know what is behind this hall or what is behind this stage until it is open and shown to us. It is the same way what a revelation means. ദൈവസഭയോട് എന്തിനു വേണ്ടിയാ വെളിപ്പാടിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുന്നത്? And why Paul is asking the church to pray for revelation of a spirit. അദ്ദേഹം ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. And first thing Paul asked them to pray is pray for the wisdom. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനെ അടുത്തതാണ് വെളിപ്പാടിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. And once you are filled with the spirit of wisdom, that's when you need to pray for the revelation of the spirit. പൗലോസിന്റെ അഭിപ്രായത്തിൽ എന്താണ് വെളിപ്പെട്ട് കിട്ടേണ്ടത്? അദ്ദേഹം പറയുന്നു, എന്താ നിങ്ങൾക്ക് അത് ആ ആത്മാവിലൂടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്? അത് തിരുഹൃദയം, കർത്താവിന്റെ ദൈവത്തിന്റെ ഹൃദയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ട് കിട്ടേണ്ടത്. And what Paul is trying to ask them to ask for the revelation of the spirit is that you should be seeing the heart of God. ആ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നിങ്ങളെ കുറിച്ചുള്ള ഭാവികാല പദ്ധതികൾ അവൻ മറച്ചു വെച്ചിരിക്കുന്നത്. And that certain heart of God will help you to understand that what is the future holds for you. ആ ദൈവിക പദ്ധതിയിലാണ് നമ്മുടെ നിത്യത എന്താണെന്ന് അവൻ മറച്ചു വെച്ചിരിക്കുന്നത്. And that certain act will show us that what God holds us in future in heaven. ആ ദൈവിക വെളിപ്പാടാണ് ക്രിസ്തു ആരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. And that certain revelation will show us that who Christ is. പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആരാധനയ്ക്കും അതിൻ്റെതായ മാറ്റം ഉണ്ടാകും. And when we understand what a revelation is, that we will have a changed worship as well. ദൈവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ആരാധിക്കുക? And do we pray or worship understanding who God is? ഈ ആരാധന എന്താണ് എന്നതിനെ പറ്റി പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി ഡെഫിനിഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. And when we try to understand what a worship and praise means, we can understand and find a lot of things. അതിൽ ഏറ്റവും ലളിതമായി ഞാൻ പറഞ്ഞാൽ, ആരാധനാ വിഷയമായ ദൈവം ഇരിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു തന്നെ ഇരിക്കട്ടെ, ആ ദൈവത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹം, സമർപ്പണം, ആദരവ്, ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്രദർശനം ആരാധന എന്ന് പറയുന്നത്. And in simple terms, if I have to tell you what a worship means, it simply means the love of God, the nature of God, and the word of God which is revealed. ആരാധനയ്ക്ക് നൽകിയിരിക്കുന്ന വാക്കുകളിൽ നല്ലൊരു അർത്ഥം എങ്ങനെയുണ്ട്? കുനിഞ്ഞു കിടക്കുക, മുഖം താഴ്ത്തി കുനിഞ്ഞു കിടക്കുക. And in other words, worship simply means that you should bow your head and you should be on your knees. അതിന്റെ അർത്ഥം ആരാധനാ വിഷയമായതിന്റെ മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കുക. And in other words, it also simply means that what worship means is you should be completely submissive. പലപ്പോഴും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരാധിച്ചാൽ ആരാധനയിൽ വിടുതലുണ്ടാകുമെന്ന്. And please forgive me for saying this, that certain people say that if you worship, you will receive the wonders or the miracles will happen. ആരാധിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. And we say that when you worship, you will receive the miracles. സത്യമായിട്ട് ചോദിക്കട്ടെ, അത്ഭുതം നടക്കാനാണോ ആരാധിക്കുന്നത്?
Are we worshiping just to see the miracles? രോഗം മാറാനാണോ ആരാധിക്കുന്നത്? Are we worshiping just to receive the healing? കടഭാരം മാറാൻ വേണ്ടിയാണോ ആരാധിക്കുന്നത്? Are we worshiping just that our debts are being forgiven? അല്ല പ്രിയപ്പെട്ടവരെ, അല്ലല്ലല്ലല്ല, ഇതിനൊന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്. You should understand that we are not worshiping for all these reasons. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ആരാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ എൻ്റെ ആരാധനയെ മുമ്പിൽ കൊണ്ടുവരുന്നത്. And I can tell you in my opinion, saying that, you know, when you understand that who my God is, who my Savior is, that is when your true worship comes out. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ലെന്നും ആ പ്രശ്നത്തിൻ്റെ ഒക്കെ പരിഹാരകനാണ് എൻ്റെ ആരാധന വിഷയമെന്നും മനസ്സിലാക്കി നാം ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും. And though whatever problems you have, whatever issues you have in your life, forgetting them and coming to worship in your true heart, that is when you will see the miracle. അങ്ങനെ തിരിച്ചറിഞ്ഞ് നാം ആരാധിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും. And when you understand this and when you worship Lord, that is when healing will happen. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് യഹോവ ജൈരെ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത്. And when you worship like this, you will understand who Jehovah Jireh ആ is. ആരാധനയിലാണ് യഹോവ റാഫ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And when you worship like this, you will understand who Jehovah Rapha is. ആ ആരാധനയാണ് യഹോവ ഷമ്മയാണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. And in that certain worship, God will show us who Jehovah Shammah is. ഈ പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, നമ്മുടെ ആരാധന കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. And I am telling in that revelation that our worship should be changed from this way onwards. ഞാൻ ചോദിക്കുന്നു, ആരാധനയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണോ, ആരാധനയെ നിയന്ത്രിക്കുന്നത് കീബോർഡാണോ? And I'm asking this, whether our worships are controlled by Holy Spirit or the keyboard which is played here. ആരാധനയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ, ആരാധനയെ നിയന്ത്രിക്കുന്നത് വർഷിപ്പ് ലീഡർ ആണോ? And I'm asking again whether your worship is being controlled by the Holy Spirit or the worship leader here. ആരാധനയെ നിയന്ത്രിക്കുന്നത് കീബോർഡോ വർഷിപ്പ് ലീഡറോ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയി. And if your answer is the keyboard or the worship leader, then you have come to a wrong place. ഇവിടെ ആരാധനയെ നിയന്ത്രിക്കുന്നത് മാനുഷിക സങ്കല്പങ്ങളോ മാനുഷിക ബുദ്ധിയോ മാനുഷിക കരങ്ങളോ അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. And I am telling you this, that the worship is controlled by the Holy Spirit alone. None of the human thing can control it. അങ്ങനെ ആത്മാവാണ് ആരാധനയെ നിയന്ത്രിക്കുന്നതെങ്കിൽ കീബോർഡ് ഇവിടെ നിർത്തിയാലും ആരാധന തുടരുക തന്നെ ചെയ്യും. And if you have been controlled by the Holy Spirit, though the keyboard is stopped here, you will continue to worship. ആരാധനയുടെ നിയന്ത്രകൻ പരിശുദ്ധാത്മാവാണെങ്കിൽ ആരും നിയന്ത്രിക്കാനില്ലെങ്കിലും ആത്മാവ് നമ്മെ നിയന്ത്രിക്കും. If you have been led by the Holy Spirit, though there is no one to lead forward, you will understand that there is someone, the Holy Spirit, which is leading എന്താ us. കാരണം? എനിക്കറിയാം എൻ്റെ ആരാധകൻ ആരാണെന്ന്. And what is the reason? I know that my worshipper or my leader, there is the Holy ആ Spirit. ദൈവത്തിന്റെ മഹത്വം ഞാൻ അറിഞ്ഞാൽ മറ്റാരുടെയും പരപ്രേരണ എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഉള്ളു തുറന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുക തന്നെ ചെയ്യും. And I will continue to worship when I understand the true revelation, who is my leader, whom I am being controlled by. Praise the Lord. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? Can we all say hallelujah together? പൗലോസ് പറയുന്ന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ചിന്ത, നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. And you should pray like how Paul mentioned, you should be praying for the wisdom of knowledge. വെളിപ്പാടിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. And you should also pray for the revelation of knowledge. ജ്ഞാനം ഈ വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാനുള്ളതാണെങ്കിൽ, If wisdom is to understand the word of God, വെളിപ്പാട് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാനുള്ളതാണ്. and then the revelation is to understand the heart of God which he wants to show. ആ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതികളെ തിരിച്ചറിയാനുള്ളതാണ് വെളിപ്പാടിന്റെ ആത്മാവെങ്കിൽ, And what is the revelation which shows us the true heart of God? പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഇന്നു മുതൽ പ്രാർത്ഥന തുടങ്ങട്ടെ. കർത്താവേ, തിരുഹൃദയത്തെ മനസ്സിലാക്കാൻ, വചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയാൻ എൻ്റെ കുഞ്ഞു ബുദ്ധിയെ തുറക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഈ പകൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. And if you can continue to pray in your small mind or small brain, saying that, Lord, I'm happy to pray and I'm okay to pray, but just fill me with your Holy Spirit, and Lord will fill you with the Holy നിങ്ങളുടെ Spirit. കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാമോ? Can we close our eyes and pray? ഈ സമയത്തൊന്ന് ദൈവത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ.
And can we all submit ourselves, and can we also all pray saying that Lord help us to move level up in our prayers. നമ്മുടെയൊക്കെ ഫോണിൽ എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും വരും, നമ്മൾ ചെയ്യുന്നില്ലേ? And in our phone we continues to receive the update of software. എന്തിനാ അത് ചെയ്യുന്നത്? Why do we do that? പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ, ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഫോൺ അതിനു വേണ്ടി കേപ്പബിൾ ആകാൻ വേണ്ടി അല്ലേ അപ്ഡേഷൻ ഒക്കെ വരുന്നത്? And when the new technology comes in, it is just to be work smoothly or function smoothly with that technology as well. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ കർത്താവിനെ അറിഞ്ഞ അന്നത്തെ അതേ ഒരു നിലയാണ് ഇന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു അപ്ഡേഷൻ നമുക്ക് വേണ്ടേ? If you continue in the worship or in the stage where you truly received Holy Spirit on the first day, then we also need to update. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ സഭയോട് അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ട് ഇന്ന് പകൽ ഇടപെടുകയാണ്. ഒരു അപ്ഡേഷന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാം. And because God loves the church so much that he is telling that let us all be submissive for an update. സാധാരണ പ്രാർത്ഥന പോരെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ മൈലും കൂടെ സഞ്ചരിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരാം. And a normal prayer is not enough, but let's go an extra mile for that. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവ്, ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ജ്ഞാനം വേണം കർത്താവേ. മാനുഷിക ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് വേണം കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് പലപ്പോഴും വേണ്ട രീതിയിൽ അറിയാത്തതാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവെങ്കിൽ ഇന്ന് പകൽ അതൊരു കുറവായി നിൽക്കാതെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ. ഞങ്ങളുടെ ആരാധനയ്ക്ക്, വിശ്വാസത്തിന്, ജീവിതത്തിന് ഒക്കെ ഒരു മാറ്റം ദൈവസന്നിധി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം.